എന്നെ ഒത്തിരി സ്പർശിച്ച ഒരു ദൈവവചനം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ദൈവവചനം ഇതാണ്. 2 Corinthians chapter 1 verse 9. അതായത് പൗലോസ് ലീഹ ഏഷ്യയിൽ പോയപ്പോൾ അവിടെ അനുഭവിക്കേണ്ടി വന്ന ഒത്തിരി സഹനങ്ങളും അതുപോലെ തന്നെ മരണം തന്നെ സംഭവിക്കുമെന്നൊരു അവസ്ഥയിൽ നിന്ന് ദൈവം ഇടപെടുകയും ഈ ഒരു അനുഭവം കൊറിന്തോസ്കാരുമായിട്ട് പങ്കുവെക്കുന്നതുമാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ 9ാമത്തെ വചനം ഇപ്രകാരം പറയുകയാണ്: ഇത് ഞങ്ങൾ ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവനെ ഉയർപ്പിക്കുന്ന ദൈവത്തെ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇതാണ് ആ വചനം. ഈ വചനം എന്നെ ഒത്തിരി സ്പർശിച്ചു എന്ന് പറയാൻ കാരണം ഇവിടെ എനിക്ക് ഒരു അനുഭവം ഉണ്ടായത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അനുഭവം ഇതാണ്. 2 ദിവസം മുമ്പ് എനിക്ക് വന്നൊരു മെസ്സേജ്. ആ മെസ്സേജ് ഇതാണ്: ഐ വോണ്ട് ടു ടോക്ക് ടു യു, ഐ എം ഫീലിംഗ് വെരി ലോൺലി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ്. രാത്രി 10:30-11 നേരത്ത് ഇങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോൾ ആരായാലും ഒന്ന് ഒന്ന് പകച്ചു പോകും, ഇത് ആരാണെന്നുള്ളത്. എൻ്റെയും അവസ്ഥ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. മാത്രമല്ല ഈ അയച്ച ആളുടെ പേരൊന്നും ഉണ്ടായിരുന്നില്ല. അതിനൊരു കാരണം എൻ്റെ മൊബൈൽ കംപ്ലൈൻ്റ് ആയ കാരണം. പിന്നെ പുതിയൊരു ഇൻസ്ട്രുമെൻറ്റിലേക്ക് ഞാൻ എൻ്റെ സിം കാർഡ് മാറ്റിയപ്പോൾ ഒത്തിരി നമ്പേഴ്സ് മിസ്സാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൈനലി ഞാൻ ആ നമ്പർ കണ്ടുപിടിച്ചു. എനിക്ക് മനസ്സിലായി ഇത് ആരാണ് എന്നെ വിളിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ എന്നെ കിട്ടിയില്ല. ഫൈനലി ഷീ സെൻഡ് മി എ മെസ്സേജ്. അതൊരു സ്ത്രീയാണ്. ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മാമിന് കുറച്ച് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ടെൻഷൻസ് ഉണ്ട്. അപ്പോൾ അവരാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ എനിക്കറിയാം അവരുടെ ടെൻഷൻ എന്താണെന്ന് അറിയാം. പക്ഷെ അവരങ്ങനെ എന്നെ അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ അവർ ആ ഒരു വിഷമം, പ്രത്യേകിച്ച് അത്രയും രാത്രി അവർ ഒറ്റയ്ക്കാണ്, അവർ തന്നെ വിവാഹമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവർക്ക് എന്തോ അത്രയും മാനസികമായ വിഷമത്തിലാണ് അവരെന്നെ കോണ്ടാക്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അവരെ കോൾ ബാക്ക് ചെയ്ത് അവരോട് ഞാൻ സംസാരിച്ചു. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ അവരുടെ വർക്ക് പ്രഷേഴ്സ് തന്നെയായിരുന്നു അതിൻ്റെ മെയിൻ റീസൺ. സാധാരണ അവർക്ക് വർക്ക് പ്രഷേഴ്സ് വരുമ്പോൾ അവർ സ്ഥിരമായിട്ട് അപ്രോച്ച് ചെയ്യുന്ന കുറേ വ്യക്തികളുണ്ട്. അപ്പം അതേപോലെ തന്നെ അവർ ഇപ്രാവശ്യം അവരുമായിട്ട് അപ്രോച്ച് ചെയ്തു. പക്ഷെ എല്ലാവരും ഹെൽപ്ലെസ് ആയിരുന്നു. അവരെ സഹായിക്കാൻ ആർക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ബിക്കോസ് ഒന്നാമത് ഇത്രയും രാത്രി നേരത്ത് ഇത്രയും പ്രായമായ ഷീ ഈസ് 75+, ഷീ ഈസ് സ്റ്റിൽ വർക്കിംഗ് കേട്ടോ. അപ്പോൾ ഈ 75+ ആയിട്ടും അവരിപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയും ആക്റ്റീവായിട്ടുള്ളൊരു മാമാണ്. അപ്പോൾ അവരങ്ങനെ ഒരു സമയത്ത് നമ്മൾ അപ്രോച്ച് ചെയ്യണമെങ്കിൽ അവരത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് എന്നെ അപ്രോച്ച് ചെയ്തതെന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ അവരോട് എന്ത് സംസാരിക്കും വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. കാരണം നമ്മൾ അവരെ ദേഷ്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കുകയോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. സോ ഐ ഹാവ് ടു ബി വെരി കെയർഫുൾ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ ഞാൻ പറയേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും അവിടെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവുകയാണ് ഉണ്ടായത്. അവരെന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവർ പറയുന്നതിനിടയിൽ ഒരു വാക്ക് എന്നെ വല്ലാതെ സ്പർശിച്ചു. ആ വാക്ക് ഇതാണ്: സറണ്ടർ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് മെസ്സേജ് എനിക്ക് അവരോട് കൺവേ ചെയ്യേണ്ടത്. പക്ഷേ പിന്നെയും ഒരു ആശയക്കുഴപ്പം, ഇതെങ്ങനെ കൺവേ ചെയ്യും? ഈ സറണ്ടർ എന്നുള്ള വാക്ക് ഞാൻ എങ്ങനെയാണ് അവരോട് കൺവേ ചെയ്യാൻ പോകുന്നത്? ഞാൻ വീണ്ടും ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് എന്നെ ഒന്ന് സഹായിക്കുക, ഇതെങ്ങനെ ഞാൻ അവരോട് കൺവേ ചെയ്യുക? അപ്പം എനിക്ക് അവിടെ ശരിക്കും പറഞ്ഞ പരിശുദ്ധാത്മ വീണ്ടും ഇടപെട്ട് അവിടെ എനിക്ക് കൺവേ ചെയ്യാനുള്ള മെസ്സേജ് വളരെ വ്യക്തമായിട്ട് എനിക്ക് അവരോട് കൺവേ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. ആ മെസ്സേജ് ഇതായിരുന്നു: നിങ്ങളിനി ഒരാളുടെ അടുത്തും ആരെയെ അപ്രോച്ച് ചെയ്യാൻ പോവാതെ നിങ്ങൾ നിങ്ങളെ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുക. സറണ്ടർ യുവർ സെൽഫ് ടു ഗോഡ്, സബ്മിറ്റ് യുവർ സെൽഫ് ടു ഗോഡ്. ഇതാണ് ആ മെസ്സേജ് ശരിക്കും ഉണ്ടായിരുന്നത്. ഇത് ഇത്രയും ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്നൊരു സൈലൻസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരിലൊരു ഭയങ്കരമായ ഒരു പോസിറ്റീവ് എനർജിയും ഒരു കോൺഫിഡൻസ്. ഞാൻ അവരെ കാണുന്നില്ല, പക്ഷെ എനിക്ക് കേൾക്കാം അവരുടെ ആ ഒരു എനർജി എനിക്ക് മനസ്സിലാകും. കാരണം ആദ്യം തുടക്കത്തിൽ വളരെ വിഷമത്തിലായിരുന്നു സംസാരിച്ചിരുന്നത്. അവർ പെട്ടെന്ന് ഒരു കോൺഫിഡൻസ് കിട്ടിയ ഒരു അവസ്ഥയിൽ അവർക്ക് ഇത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും വിഷമം വരുമ്പോൾ ഞാൻ മറ്റുള്ളവരുടെ അടുത്തേക്കാണ് പോവുക. ഇത് ഞാൻ ഇതുവരെ ആലോചിച്ചിട്ട് പോലുമില്ല. ഞാൻ ഇനി ഇങ്ങനെ പ്രഷേഴ്സ് വരുമ്പോൾ ഞാൻ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുള്ളൂ, ദൈവത്തോടു കൂടി ആയിരിക്കുന്ന. പെട്ടെന്ന് അവർ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവരത്
കൺവേ ചെയ്യുമ്പോൾ അവരിലുണ്ടായ ഒരു കോൺഫിഡൻസ്, എനിക്ക് പെട്ടെന്ന് ആ സമയത്ത് പറയാൻ തോന്നിയ ആ ഒരു കാര്യം, അതായത് നിങ്ങൾ ഏത് ദൈവത്തെയാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ സമർപ്പിക്കുക, വേറെ ആരുടെ അടുക്കിലേക്കും പോകേണ്ടതില്ല എന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ്, അത് എൻ്റെ കഴിവല്ല, അത് പരിശുദ്ധാത്മാവ് കറക്റ്റ്ലി അത് ഫ്രെയിം ചെയ്ത് അവരിലേക്ക് അത് കൺവേ ചെയ്തു എന്നുള്ളതാണ്. ആ മൊമെൻറ്റ് അവരിലുണ്ടായ ഒരു പോസിറ്റീവ് എനർജി, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇറ്റ്സ് ബിയോണ്ട് വേർഡ്സ്. നമുക്ക് ഒരു വാക്കുകൊണ്ടും അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അത്രയും ഒരു സന്തോഷവും സമാധാനവും, അവരൊത്തിരി സമാധാനത്തോടു കൂടിയാണ് എന്നോടുള്ള സംഭാഷണം അവസാനിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യം എന്നെ ഒത്തിരി കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. കാരണം നമ്മൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തരുടെ അടുക്കിലേക്ക് പോയി നമ്മൾ അവരിൽ നിന്ന് പലതും എക്സ്പെക്റ്റ് ചെയ്യും. നമ്മളിങ്ങനെ എക്സ്പെക്റ്റേഷൻസിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഇന്നലത്തെ ഒരു വീഡിയോ ഇത് ബേസ് ചെയ്തിട്ടായിരുന്നു. നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഒരിക്കലും പോകുന്നില്ല. നമ്മളുടെ പ്രശ്നം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ അടുത്താണ്. പക്ഷേ അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ദൈവം ഇടപെടും എന്നൊന്നുമില്ല. ആ ദൈവത്തിന് ഇടപെടാൻ അതിൻ്റേതായ ഒരു സമയമുണ്ട്, ഒരു യഥാസമയമുണ്ട്. ആ യഥാസമയത്തെ ദൈവം ഇടപെടുള്ളൂ. പക്ഷെ അതുവരെ നമ്മൾ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അവിടെ ദൈവം ഇടപെടും. ഇത് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീണ്ടും ആ വചനം ഞാൻ ഓർമ്മിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഓർത്ത് വയ്ക്കാൻ, അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ധൈര്യം പകരുന്ന ഒരു വചനമാണ് 2 Corinthians chapter 1 verse 9. അതായത് ഇത് ഞങ്ങൾ ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവനെ ഉയർപ്പിച്ച ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇത് ഓർത്ത് വയ്ക്കുക. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം.